ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് സനം വ്ളോഗിൻ്റെ കുഞ്ഞു ചാനലൊക്കെ എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്താ വിശേഷങ്ങളൊക്കെ എല്ലാവരുടെയും? ഇന്നത്തെ വിശേഷമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് എപ്പം പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് വരികയാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ വിശേഷങ്ങളിലേക്ക് പോവാം. രാവിലെ തന്നെ മോളെ മദ്രസയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെ നമ്മളിവിടെ PH വെള്ളമുണ്ട് കേട്ടോ. അതിപ്പോൾ ആ വീട്ടിലേക്ക് കണക്ഷൻ കൊടുക്കുന്നതാണ്. ഈ സൈഡ് കണ്ടോ, ഇതിൽ പെരുമ്പള പോകുന്ന റോഡൊക്കെയാണ്. പെരുമ്പള അങ്ങനെയുള്ള റോഡെല്ലാം കാണാം. അടുത്തടുത്ത് വീടാണ് കേട്ടോ, നല്ല വീടാണ്. വിശേഷങ്ങളിലേക്ക് പോവാം. അങ്ങനെ വീട്ടിന് മുറ്റത്തുനിന്ന് എന്ത് രസമാണ് കേട്ടോ കാണാൻ. നല്ല രസമുണ്ടല്ലേ ഇവിടെ കാണാൻ. ഇങ്ങനെയുണ്ട് ഫ്ലവറൊക്കെ ഇങ്ങനെയുണ്ട്. വീട്ടിന് മുറ്റത്തൊക്കെ നടണമല്ലേ. നമുക്ക് രാവിലെ നടന്നു പോകുന്ന സമയത്ത് ഒരു മടിയാവുന്നില്ല കേട്ടോ. ഇപ്പോൾ വെയിലൊന്നും ഇല്ലല്ലോ. ഒരു 11 മണി സമയത്ത് ഇവിടെ ഈ ഭാഗത്തേക്ക് വരാൻ പറ്റുന്നില്ല. അത്രയും വെയിലാണ് കേട്ടോ. ഇപ്പം ഞാൻ രാവിലെ ഒരു 6:15 മോളെ മദ്രസ കൊണ്ടുവിടാൻ പോകും. പിന്നെ ഒരു 8:30 മണിയാകുമ്പോൾ തിരിച്ച് കൊണ്ടുവരാൻ പോകും. അത് സ്കൂളിൽ ഇല്ലാത്ത സമയത്താണ് അങ്ങനെ. എൻ്റെ സമയത്താണെങ്കിൽ 7:40. എൻ്റെ അമ്മ നായി വരുന്നുണ്ട് കേട്ടോ. എത്ര നായി നോക്ക്. എൻ്റെ അമ്മ ഈ നായിനെ കൊണ്ട് ശല്യം, നായിനെ കൊണ്ട് വയ്യ, പേടിയാ ഭയങ്കര. ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് നമ്മളെ നായി. ഇത് കുറച്ച് ലേറ്റായിട്ടാണ്, ഞാൻ അർജൻറ്റ് ഓടുന്നതാണ്. എല്ലാം കുറച്ച് വേഗം പോയിട്ട് അവിടെ കുറച്ച് വെയിറ്റ് ചെയ്യാം. ഇത് കുറച്ച് ലേറ്റായി, അതുകൊണ്ടാണ് വേഗം ഓടുന്നത്. റോഡ് കണ്ടോ, മേലെ പോകുന്ന റോഡ്. ഈ സ്ഥലത്ത് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഞാൻ പിന്നെ കാണിക്കേണ്ടത്. പിന്നെ ഞാൻ ഇന്നത്തെ വ്ളോഗായിട്ട് വന്നതല്ലേ, അതുകൊണ്ട് കാണിക്കുന്നതാണ് കേട്ടോ. ഞാൻ രാവിലെ പോയപ്പോൾ സമയത്തെല്ലാം കറിയൊക്കെ ഉണ്ടാക്കി പിന്നെ ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്ന ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് തിരിച്ചു വരുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അത്ര മേലെ പോകുന്നത്. ബ്രിഡ്ജ് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് അത്ര മേലെ പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെയാണ്. പിന്നെ ഇവിടെ ഒരു ഷോറൂം കാര്യങ്ങളൊക്കെ. ഇപ്പം നമുക്ക് ബസ് സ്റ്റോപ്പിന് വെയിറ്റ് ചെയ്യാൻ ബസ് സ്റ്റോപ്പൊന്നും ഇല്ല കേട്ടോ. ബസ് സ്റ്റോപ്പിന് വെയിറ്റ് ചെയ്യാനൊന്നും അപ്പോഴത്തേക്ക് ബസ് വന്നിട്ട് ഇങ്ങനെ സൈഡ് നിൽക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് യാത്രക്കാർക്കാണ്. ഞങ്ങൾ കാണുന്നത്. പിന്നെ ഇപ്പം സ്കൂളൊക്കെ തുറക്കാറായല്ലേ, ഇത് അതിൻ്റെ തിരക്കും കാര്യങ്ങളായി. അങ്ങനെയാണ് വിശേഷം എന്ന് പറയുന്നത്. ഇപ്പോഴേക്കുന്ന ബസ് ഒന്നല്ലാതെ സ്ഥലത്ത് വന്നിട്ട് ബസ് നിർത്തും. സ്റ്റോപ്പിന് കുറച്ച് മേലാണ് ബസ് ഇവിടെയുള്ളതാണ്. പിന്നെ ഇവിടെ തന്നെ ഹോട്ടൽ. ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് ഹോട്ടൽ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഹൈവേ പണി നടക്കുന്ന സമയത്ത് ഹോട്ടൽ പോയിട്ട് ഇപ്പോൾ 2ാമത് ഹോട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല മദ്രസ ഇപ്പോൾ ഇപ്പോൾ ചൂടാം. എന്തുകൊണ്ട് അങ്ങോട്ട് വരാതെ? അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഇങ്ങനെ പ്രാക്ടീസ് ഇങ്ങോട്ടൊക്കെ വരട്ടേനും. പിന്നെ ഞാൻ കൊണ്ടുവിടുന്നത് വെച്ചാൽ ഹൈവേ ആണ് കേട്ടോ. അതുകൊണ്ടാണ് കൊണ്ടുവിടുന്നത്. ഇപ്പോൾ ഇവിടെ ഹൈവേ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒറ്റക്കൊന്നും, പിന്നെ കുറേ ദൂരമുണ്ട്, ഇവിടെ 10ൻ്റെ സമയമുണ്ട്. അപ്പോൾ ഒറ്റക്കൊന്നും മോളെ വിടാൻ പറ്റൂല കേട്ടോ. അതുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. എത്ര കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സേഫ്റ്റിക്കുന്നുണ്ട്. അവരൊക്കെ എങ്ങനെയുള്ളതാണ് നമ്മളെ സേഫ്റ്റിക്കും. മക്കളെ ഇത്ര അടുത്താണെങ്കിൽ ഒരു മദ്രസയിലാണ് കൊണ്ടുവിടണം, തിരിച്ച് കൊണ്ടുപോകണം. അതാണ് ഒരു സേഫ്റ്റി എന്നറിയുന്നത്. അങ്ങനെയാണല്ലേ. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തന്നെ ശ്രമിക്കുക. പിന്നെ വിശേഷം എന്ന് പറയുന്നത് നിങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ അതിനൊരു മാസം വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ. എൻ്റെ കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ്, ജസ്റ്റ് വിശേഷങ്ങളായിട്ടാണ് ഞങ്ങൾ മുമ്പിലേക്ക് വരുന്നത്. അപ്പം നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യാം. ഇങ്ങനെ ദോശയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ദോശയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ട ഓംലേറ്റ് വെക്കിയിട്ടുണ്ട്. പിന്നെ ഇത് വെണ്ടയ്ക്ക ഒരു കറിയാക്കിയത്. പിന്നെ ഇത് ഇന്നലെ ഞാൻ സലാത്തുണ്ട്, വീക്കിലി സലാത്തിന് പോയപ്പോൾ കിട്ടിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ചായക്ക് കുടിക്കണം, ടിഫിൻ ബോക്സ് റെഡിയാക്കണം. ഇന്ന് ഞാൻ ചോറ് കൊണ്ടുപോകുന്നില്ല കേട്ടോ. അപ്പം എന്നെ കൊണ്ടുപറഞ്ഞിട്ട്. അപ്പോൾ ഇനി കുറച്ച് ചായ വെക്കാനുണ്ട്. ഇപ്പോൾ സമയം ലേറ്റായി കേട്ടോ, 9 മണി ആയിട്ടുണ്ട്.
ഇത് കുറച്ചൊരു 5 മിനിറ്റ് ലേറ്റായിട്ടുണ്ട് ഇന്ന് ക്ലാസ് മദ്രസയിൽ നിന്ന് വിടാൻ. അപ്പം ഞാൻ അല്ലെങ്കിൽ അപ്പം ഇത് 9 മണിയായെങ്കിൽ 10 മിനിറ്റ് 5 മിനിറ്റ് ഞാൻ മുമ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചയായിട്ടോ. അപ്പോൾ ഉച്ചയായി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് റെഡി ആയിരിക്കുകയാണ്. ഇവിടെ കിട്ടും ജസ്റ്റ് കൊണ്ടുവന്ന ഫുഡേ ഉള്ളൂ. നമ്മൾ വീട്ടിൽ കഴിച്ച പോലെ ആവില്ലല്ലോ ഫുഡൊക്കെ. പിന്നെ കസ്റ്റമർ ഇല്ല കേട്ടോ. അപ്പോൾ സ്കൂളും എല്ലാം അടിച്ചു, കോളേജ് സ്കൂളൊക്കെ അടിച്ചുള്ള കസ്റ്റമർ കുറവാണ്. അത് അപ്പുറത്തെ ഷോപ്പിലത്തെ അവർ സംസാരിച്ച് അങ്ങനെ ഞാൻ കുറച്ച് സമയം അത് ഹോൾഡ് ചെയ്തിരുന്നു. അപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം എല്ലാവർക്കും വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും ഔട്ടിങ്ങും ടൂറൊക്കെ പോകുന്നുണ്ടാവും അല്ലേ. അപ്പം ഞാൻ പഠിച്ച കോളേജിൻ്റെ ഇതേ സ്ഥലത്താണ് കേട്ടോ. ആ കോളേജിൻ്റെ ഇപ്പോൾ ആ ഗ്രൗണ്ട് ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഇത് വർക്ക് കാര്യങ്ങളൊക്കെ വണ്ടി അതൊക്കെ അവിടെ വെക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഞാൻ കാണിക്കട്ടോ. ഞാൻ പഠിച്ച പിന്നെ കോളേജിൻ്റെ ഒരു സൈഡ് അതേ ഗ്രൗണ്ടിൽ. അപ്പം അന്നേരം നമ്മൾ ആ ബാക്ക് സൈഡിന് മരങ്ങളും തെങ്ങുകളും അതുപോലെ മാങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതവിടെ കൊത്തിയിട്ടില്ല, എത്ര വർഷമായിട്ട് കൊത്തിയിട്ട്. അതൊന്നും ഞാൻ ജസ്റ്റ് നമുക്കൊന്ന് കാണിക്കട്ടോ. കാണുന്നില്ലേ, തെങ്ങും കുറച്ച് മരങ്ങളായിട്ട് കാണുന്നില്ലേ, അതാണ് കേട്ടോ ഞാൻ പഠിച്ച കോളേജിൻ്റെ പരിസരം എന്ന് പറയുന്നത് അവിടെയാണ്. പിന്നെ ഗ്രൗണ്ടിലേക്ക് ഇപ്പുറത്തെ സൈഡ് പോയി കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ കാണാൻ പറ്റും വീടും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഹോസ്പിറ്റൽ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്നാൽ നമുക്ക് ഹൈവേ റോഡിൻ്റെ മേലെ പോകുന്ന റോഡൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉച്ച സമയമായതുകൊണ്ട് എല്ലാവരും ഫുഡ് കഴിക്കാനും അങ്ങനെയൊക്കെ പോവുകയാണ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. എല്ലാവർക്കും ഫുഡൊക്കെ എന്താ സ്പെഷ്യലൊക്കെ എന്താ. എനിക്ക് ഉച്ചയ്ക്ക് ദോശയും മുട്ട ഓംലെറ്റ്, പിന്നെ ഞാൻ രാവിലെ ഒരു കാണിച്ചിട്ടുണ്ടല്ലോ അത് തന്നെയാണ് കേട്ടോ. എനിക്ക് കസ്റ്റമർ വന്നോന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വേറെ വീഡിയോ ഇതിൻ്റെ തന്നെ യാത്ര പോകുന്ന വീഡിയോ ഇതിൽ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ടോ നോക്കാം കേട്ടോ. ഉച്ചക്കഴിഞ്ഞ് വൈകിട്ട് പോകുമ്പോഴൊക്കെ ഞാൻ വീഡിയോ പിന്നെ യാത്ര പോകുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇട്ട വീഡിയോസൊക്കെ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ, താങ്ക് യു, ബൈ ബൈ.